ഗൈസ്, നരിഗുഹ കാണിച്ചായിരുന്നു. നരിഗുഹ. അപ്പോൾ ഈ ഗുഹേൻ്റെ അകത്ത് കയറിപ്പോയാൽ ശ്രീലങ്ക എത്തും എന്നൊക്കെ ആരോ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തന്നെ പേടിയാവുന്നുണ്ട്. ഞാൻ ഈ ഒരു ലൈന് കഴിഞ്ഞ് പോകുന്നില്ല. അപ്പോൾ ഇതിൻ്റെ വെള്ളം ഒരിക്കലും വറ്റാറില്ലെന്നാണ് ആ അമ്മൂമ്മ പറഞ്ഞത് എൻ്റെ അടുത്ത്. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് പടന്നാലുമൂടിൻ്റെ അടുത്തുള്ള ഇലങ്കപ്പാറൈ ഇലങ്കത്തമ്മൻ മലക്കോവിലാണ്. അധികം ആർക്കും അറിഞ്ഞുകൂടാത്ത ഒരു മലക്കോവിലാണിത്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും നമുക്ക് നോക്കാം. ബാ. ആ കാണുന്ന ഒരു പാറമടയാണ്. അപ്പോൾ ഇതിൽ 50 അടിക്ക് മുകളിൽ താഴ്ച ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ വീണാൽ തീർന്നു, ഒരു പൊടി പോലും കിട്ടൂല. 50 അടിക്ക് മുകളിൽ താഴ്ച ഉണ്ട്. ഇത് കാണുമ്പം തന്നെ പേടിയാവുന്നുണ്ട്. ഞാൻ ഒരു ലൈന് കഴിഞ്ഞ് പോകുന്നില്ല, പേടിയാ. 50 അടിക്ക് മുകളിൽ താഴ്ച ഉള്ള ഒരു പാറമടയാണ്. നീ ദൃശ്യ സിനിമ ഷൂട്ട് ചെയ്തത് ഈ മടയിൽ വെച്ചാണോ? അല്ല, അപ്പം പോണ്ട. ബാക്കി വിശേഷങ്ങൾ ഈ വീഡിയോയിൽ സ്കിപ്പ് ചെയ്ത് കാണണേ, ബാക്കി വിശേഷങ്ങൾ വരും. പക്ഷെ വരുന്നവർ ഇത് മാത്രം ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ ഒരു ബോർഡർ കഴിഞ്ഞ് പോകാൻ പാടില്ല. റിസ്ക്കാണ്. എത്ര നീന്തൽ അറിഞ്ഞ ആൾക്കാരും ഈ ഒരു ബോർഡർ കഴിഞ്ഞ് പോകാൻ പാടില്ല. 50 അടിക്ക് മുകളിൽ താഴ്ച ഉണ്ട്. ഈ കാര്യം നോട്ട് ചെയ്യണം. ബാ. ഫസ്റ്റ് ടൈമാണ് വരുന്നത്. നമുക്ക് എത്ര ദൂരം കയറണമെന്ന് അറിയില്ല. നമുക്കെല്ലാം നോക്കാം. ഞാൻ ഈ സ്ഥലത്തിനെ കുറിച്ച് അറിഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഭീമൻ മുട്ടുകൊണ്ട് ഇടിച്ച ഒരു സ്പോട്ടുണ്ട്. മുട്ടുകൊണ്ട് ഇടിച്ച് പാറയിൽ ഇങ്ങനെ വെള്ളം ഊറ്റായിട്ട് വെള്ളം വന്ന ഒരു സ്പോട്ട് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം അതും നമുക്ക് നോക്കാം. അപ്പോൾ പടി വരുന്നത് ഇതുവരെയാണ്. ടോട്ടലി ഒരു 50 പടി സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പ് കഴിഞ്ഞാൽ പിന്നെ ഫുൾ മലയാണ്. നമ്മൾ ഇതിന് വേണ്ടിയാണ് വന്നത്. നോക്കി കയറണേ. ഇതേപോലത്തെ സ്ഥലങ്ങളിൽ വരുമ്പോൾ ഒരു പ്രത്യേക എനർജി കിട്ടാറുണ്ട്. ഏറ്റവും ടോപ്പിലാണ്. അങ്ങോട്ട് തമിഴ്നാട്, അങ്ങോട്ട് കേരള. അപ്പോൾ ഇത് കൊള്ളാം. ടോട്ടൽ വ്യൂവും കാര്യങ്ങളൊക്കെ പൊളിയാണ്. ഒന്നുകൂടെ പറയാം, ഈ ക്ഷേത്രത്തിൻ്റെ പേര് ഇലങ്കപ്പാറ ഇലങ്കത്തമ്മൻ കോവിൽ. അപ്പോൾ ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയാൻ ഭദ്രേശ്വരിയാണ്. പിന്നെ ഇവിടെ ഗണപതിയുണ്ട്. ഇപ്പം നട അടച്ചൊക്കെയാണ്. ഇലങ്കം ഭദ്രകാളി ദേവി, പിന്നെ ഭഗവതി അമ്മൻ, പിന്നെ ഇലങ്കം ഇശക്കി അമ്മനാണ്. ഇശക്കി അമ്മൻ ചേച്ചി അനിയത്തി, അതാണ് അക്ക തങ്ക എന്ന് എഴുതി വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു നാഗര ഒരു പ്രതിഷ്ഠ ഇവിടെ ഉണ്ട്. ടോട്ടലി വ്യൂസൊക്കെ പൊളിയാണ് കേട്ടോ. എന്തായാലും മസ്റ്റ് വിസിറ്റ് പ്ലേസാണ്. അധികം ആർക്കും അറിഞ്ഞൂടാത്ത ഒരു സ്ഥലമാണ്. നല്ല സ്ഥലം. സ്പോട്ടൊക്കെ പൊളിയാണ്, പക്ഷേ സൂക്ഷിക്കണം. സൂക്ഷിച്ച് മാത്രം കയറേണ്ട ഒരു സ്പോട്ടാണ്. കൊച്ചു പിള്ളേരും വയസ്സായവരും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ വരികയാണെങ്കിൽ അത്രത്തോളം സേഫ്റ്റി പ്രിക്കോഷൻസ് എടുത്ത് വരേണ്ടതാണ്. പക്ഷെ ഇവിടെ ഒറ്റ മനുഷ്യരില്ല. ഇതാണ് നരിഗുഹ. നരിക്ക് ഇംഗ്ലീഷിൽ ഫോക്സ് കേവ്. കൊള്ളാം കേട്ടോ, നല്ല സ്പോട്ടാണ്. അതിൻ്റെ അകത്തോട്ട് പോകുന്നില്ല, ഭയങ്കര റിസ്ക്കാണ്. വലിയൊരു ഗുഹയാണ്. അപ്പോൾ ഈ ഗുഹേൻ്റെ അകത്ത് കയറിപ്പോയാൽ ശ്രീലങ്ക എത്തും എന്നൊക്കെ ആരോ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞൂടാ. ശ്രീലങ്ക എത്തുമോ? അപ്പം നമുക്ക് ശ്രീലങ്ക കപ്പൽ വഴിയല്ലേ പോണേ. അപ്പം ആ പൈസ ലാഭിക്കാം. എന്തായാലും നല്ലൊരു സ്പോട്ടാണ്. എനിക്ക് ഉറക്കം പറഞ്ഞു ഗൈസ്.
ഇതാണ് നമ്മുടെ ഭീമൻ മുട്ട കൊണ്ട് ഇടിച്ചുണ്ടാക്കിയ പാറയാണ്. അപ്പോൾ ഇതിൻ്റെ വെള്ളം ഒരിക്കലും വറ്റാറില്ലെന്നാണ് ആ അമ്മൂമ്മ പറഞ്ഞത് എൻ്റെ അടുത്ത്. ഒരിക്കലും ഇതിൻ്റെ വെള്ളം വറ്റാറില്ല. കുറച്ച് മലിനപ്പെട്ട് കിടക്കുകയാണ്, പക്ഷേ ഒരിക്കലും ഈ വെള്ളം വറ്റാറില്ല. എങ്ങനെ സമ്മതിക്കണം കേട്ടോ, മുട്ട പിടിച്ച് ഇത്രയൊക്കെ പൊട്ടിയാണ്. എന്നാലും ഇറ്റ്സ് എ മെഡിക്കൽ മിറാക്കിൾ. കൊള്ളാം. ഇത് കാണാൻ വേണ്ടിയാണ് മെയിനായിട്ട് വന്നത്. എന്നാലും ഭീമൻ്റെ ഒരു പവർ. നമുക്ക് താഴോട്ട് ഇറങ്ങി നോക്കിയാലോ. ഇവിടെ സൂക്ഷിച്ച് വേണം കയറാൻ. ബിക്കോസ് ഇങ്ങനെ ബോർഡ് കാണാം, തമിഴിൽ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല. സുത്തം ചെയ്യാതെ ക്ലീനായിട്ട് സൂക്ഷിക്കണമെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു കിണർ കാണാം. ഈ കിണറെന്ന് വെച്ചാൽ ക്ഷേത്ര കിണറാണ്. അപ്പോൾ ഈ ക്ഷേത്ര കിണറെന്ന് വെച്ചാൽ ദേവി നീരാടാനും അതുപോലെ ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ യൂസ് ചെയ്യുന്ന കിണറാണ്. ഇത് നമ്മൾ ഇറങ്ങുമ്പോൾ ലെഫ്റ്റ് സൈഡാണ്. അപ്പോൾ ഗൈസ്, ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത വീഡിയോ വീണ്ടും കാണാം. അപ്പോൾ അതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണേ. അപ്പോൾ വീഡിയോക്ക് ലൈക്ക്, കമൻറ്റ്, ഷെയർ, അങ്ങനെ എന്ത് വേണം ചെയ്തോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കേരള തമിഴ്നാട് ബോർഡർ കളിയിക്കാവിളയിൽ നിന്നും പടന്നാലുമൂട് എന്ന സ്ഥലം. പടന്നാലുമൂടിൻ്റെ ഈ മെയിൻ പോയിൻ്റ് തന്നെ ഈ മരമാണ്, ഈ വലിയൊരു മരം. ഈ മരത്തിൻ്റെ സൈഡിൽ കൂടെ പോകുന്ന റോഡിൽ നേരെ പോയാൽ മതി. ഒരു ആർച്ച് കാണാം. അപ്പം നേരെ പോയി കഴിഞ്ഞാൽ ഒരു കുന്നൊക്കെ കാണാം. അപ്പോൾ അതിൻ്റെയൊക്കെ അടുത്താണ്, നിങ്ങൾക്ക് പോകുമ്പോൾ മനസ്സിലാവും.